ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങളെന്ന് സൂചന. അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങൾ. അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്ന് അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും വരെ വേടന് ഒളിവിൽ തുടരാൻ അവസരം ഒരുക്കുകയാണ് പോലീസ്. വിശദാംശങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ ചേരുന്നുണ്ട്. ജിജീഷ, വിശദാംശങ്ങൾ. ഏറ്റവും ഗൗരവമായ ഒരു വിഷയമെന്ന് പറയുന്നത് ഒരു ബലാത്സംഗ കേസിലാണ് ഇത്തരത്തിൽ കുറ്റാരോപിതനായ അതിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ആളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് എവിടെയുള്ള സംവിധാനങ്ങൾ ആകെ മാറുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. നമുക്കറിയാവുന്നതുപോലെ തന്നെ റഫർ വേടനെതിരെ നേരത്തെയും നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു, നിരവധി കേസുകൾ വന്നിരുന്നു. ഈ കേസുകൾ വന്ന ഘട്ടങ്ങളിലെല്ലാം സംഘടിതമായി വേടനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് വിവിധ കോണുകളിൽ നിന്ന് സ്വീകരിച്ചു. ഇടത് വലത് മുന്നണി നേതാക്കൾ ഒരുപോലെ വേടനെ പിന്നിൽ അണിനിരക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ അതിന്റെ തുടർച്ചയായി ബലാത്സംഗ കേസിൽ കൂടി വേടൻ പ്രതിയായിരിക്കുന്നു. എന്നാൽ ഇതിനുശേഷം ഈ ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്ത് ഇത്രയും ദിവസത്തിന് ശേഷം ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് പോലും കൃത്യമായ നടപടിയിലേക്ക് കടക്കാനോ വേടൻ എവിടെയുണ്ട്, ഒളിവിൽ തുടരുന്നു എന്ന് പറയുന്ന പോലീസിന് എവിടെയാണ് വേടൻ ഉള്ളത് എന്ന് കണ്ടെത്താനോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, കാരണം 18-ാം തീയതിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വേടനെ പിടികൂടുന്നതിനോ അറസ്റ്റടക്കമുള്ള നടപടികളോ കോടതി തടഞ്ഞിട്ടില്ല. പോലീസിന്റെ നടപടികളുമായി കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന നിലയിൽ പോലും വേടനെ പിടികൂടാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. 2021 മുതൽ 2023 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് തുടർച്ചയായ ലൈംഗിക ചൂഷണം ഉണ്ടായത്, ലൈംഗിക പീഡനം ഉണ്ടായത് എന്ന കാര്യമായിരുന്നു യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. 2021 ഓഗസ്റ്റിനാണ് താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടത്. ആദ്യം ബലാത്സംഗം ചെയ്യപ്പെട്ടത് വേടനാൽ എന്ന കാര്യം പെൺകുട്ടി കൃത്യമായി തന്നെ പോലീസിന് നൽകിയ മൊഴിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2021 ഓഗസ്റ്റിൽ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു, ബലാത്സംഗത്തിന് ഇരയാകുന്നു. അത് കോഴിക്കോട് വെച്ചാണ്, താൻ താമസിച്ച മുറിയിൽ വെച്ചാണ്, ഇത്തരത്തിൽ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് പീഡനത്തിന് ഇരയായത് എന്ന കാര്യം തൃക്കാക്കര പോലീസിന് നൽകിയ മൊഴിയിലുണ്ടായിരുന്നു. പിന്നീട് ഇത് പലവട്ടം തുടർന്നു. വിവാഹ വാഗ്ദാനം നൽകി അടക്കം ലൈംഗിക പീഡനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഈ അതിജീവിത പരാതി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇത്ര ഗൗരവകരമായ ഒരു പരാതി ഉയർന്നിട്ടും അത്തരമൊരു വിഷയത്തിൽ നടപടി, ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഇതുവരെ പോലീസ് സംവിധാനം നീങ്ങിയിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. വേടനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് വേഗത്തിൽ പോകേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം സംഘടിതമായി തന്നെ വേടനെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പുകൾ അതിനുവേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല ഇപ്പോഴും ഇയാളെ ഒളിവിൽ തുടരാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ 18-ാം തീയതി പരിഗണിക്കുന്നത് വരെ മാറി നിൽക്കുന്നതിന് വേണ്ടി, ഒളിവിൽ തുടരുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ കൃത്യമായി ചെയ്തിട്ടുള്ളതും ഈ കേന്ദ്രങ്ങൾ തന്നെയാണ്, ഉന്നത കേന്ദ്രങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രം മതി തുടർ നടപടികൾ എന്ന കൃത്യമായി തന്നെയുള്ള ഒരു കാര്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അയൽ സംസ്ഥാനങ്ങളിലേക്ക് അടക്കം കടക്കാനുള്ള ഒരു സാധ്യത ഒരു വശത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് പോലീസ് വ്യക്തമാക്കുന്നത് വേടൻ കേരളം വിട്ടിട്ടില്ല, കേരളത്തിൽ തന്നെ സുരക്ഷിതമായ ഒളിസ്ഥലത്ത് താമസിക്കുന്നു എന്നതാണ്. മാത്രമല്ല അവിടെ അതിജീവിത നേരിടേണ്ടി വരുന്ന വലിയ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്തരത്തിൽ പരാതി നൽകിയതിനു ശേഷം, കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിനു ശേഷം, പോലീസിൽ പരാതി നൽകിയതിനു ശേഷം അവർക്ക് നേരെ നിരന്തരമായ ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നു എന്ന് വെളിപ്പെടുത്തിയത് അഭിഭാഷക തന്നെയാണ്. ഈ അതിജീവിതയുടെ അഭിഭാഷകയാണ് അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. ഈ ഒരു പരാതി പെട്ടതിനു ശേഷം നിരവധി ഫോൺ കോളുകൾ വന്നു. ആ ഫോൺ കോളുകളെല്ലാം ഭീഷണി തരത്തിലുള്ളതായിരുന്നു. ചില ആളുകൾ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് പോലും കടന്നു ചെല്ലാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു സ്ഥിതിയിലാണ് ഒരു യുവതി ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ആ പരാതിക്കാർക്ക് വേണ്ട നീതി ലഭിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെ നീതിയും സംരക്ഷണവും ഒരുക്കേണ്ട അതേ സംവിധാനങ്ങൾ തന്നെ, അതേ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഈ ഒരു അതിജീവിതയ്ക്ക് മതിയായ സംരക്ഷണമോ ഒപ്പം തന്നെ അവർക്കുള്ള സംരക്ഷണ കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ലാതെ പ്രതിയേർക്കപ്പെട്ടിട്ടുള്ള ആളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്നു. മാത്രമല്ല എല്ലാ കോണുകളിൽ നിന്നും, എല്ലാ തരത്തിലും
വേടനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് കൃത്യമായ ആസൂത്രണത്തോടെ നടക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ നേരത്തെ വേടനെതിരെ ലഹരി കേസ് ഉണ്ടായപ്പോൾ കണ്ടതാണ് ഇതേ രീതിയിൽ വേടനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അന്ന് നടന്നിരുന്നു. അന്ന് ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിച്ചതിനും ചെറിയ അളവിൽ ലഹരി കൈവശം വച്ചതിനുമാണ് അന്ന് വേടൻ പിടിയിലായത് എങ്കിൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ പുലിപ്പല്ല് കൈവശം വെച്ചതിന് വേടനെതിരെ വനം വകുപ്പ് കേസെടുത്തു. ഈ കേസിലും അതിന്റെ കേസ് നടപടികൾ തുടർന്ന ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് കടന്നത്. വേഗത്തിലായിപ്പോയി നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് മുന്നിട്ടിറങ്ങി അല്ലെങ്കിൽ ഇത്തരം നടപടികൾക്ക് മുന്നിട്ടിറങ്ങിയ ഉദ്യോഗസ്ഥരെ പ്രതികരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പിന്നീട് മാറുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ 2 കേസുകളിൽ നിന്ന്, അതൊന്ന് ലഹരി കേസാണ്, മറ്റൊന്ന് പുലിപ്പല്ല് കൈവശം വച്ചിരിക്കുന്ന കേസ്. ആ 2 കേസുകളിൽ നിന്നും വേടൻ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോവുകയും കേസ് ഒന്നുമല്ലാതായി മാറുന്ന സ്ഥിതിയിലേക്കുമെല്ലാം എത്തിയ അതേ ഘട്ടത്തിലാണ് ഒരു ഗൗരവമുള്ള കേസ് കൂടി വേടനെതിരെ വരുന്നത്, അതിഗൗരവകരമായ പരാതി കൂടി വരുന്നത്. മറ്റു ചില ആളുകൾ ചില ഇന്റർവ്യൂകളിലെല്ലാം വേടനെതിരെ വെളിപ്പെടുത്തലുകൾ ചില പെൺകുട്ടികൾ നടത്തിയിരുന്നു. അത് ഈ പെൺകുട്ടി ഈ യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു അഭിമുഖത്തിൽ മറ്റൊരു യുവതി വേടനിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പല സ്ത്രീകളും ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് വേടനാൽ ഇരയാക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് താൻ പരാതി പറയാൻ രംഗത്ത് വരുന്നത്. മറ്റൊരു സ്ത്രീക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് താൻ പരാതി പറയാൻ രംഗത്ത് വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ പരാതിയുമായി രംഗത്ത് വരാൻ യുവതി തയ്യാറായത്, ഡോക്ടർ തയ്യാറായത്. എന്നാൽ അവിടെയും അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കൃത്യമായ നീക്കം തന്നെ ഉണ്ടാകുന്നു. ഇവിടെ സംരക്ഷിക്കപ്പെടുകയാണ് വേടനെന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. വേടനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണ സംവിധാനവും പോലീസ് സംവിധാനവും തന്നെയാണ് നിലവിലുള്ളത്. ശരി, ജിജീഷ ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങളെന്ന സൂചന. അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്ന് അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും വരെ വേടന് ഒളിവിൽ തുടരാൻ അവസരം ഒരുക്കുകയാണ് പോലീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.